അയാളുടെ വന്നപ്പോൾ ചോദിച്ചു എന്താ ഇവിടെ പരിപാടി? ഒരു സിനിമയുടെ ഫോട്ടോഷൂട്ടാണ്. ഏതാ മനെ? സീക്രട്ട് ഹോം. അല്ല, ആക്ച്വലി ഇറ്റ്സ് എ ക്രൈം. അപ്പം ഇങ്ങനത്തെ ക്രൈം സംഭവിച്ചിട്ടുണ്ട്. ഈ സെറ്റിലും ഇങ്ങനെ തന്നെയായിരുന്നു. ഇതൊന്നും അല്ല, എല്ലാ വീട്ടിലും കാണുമല്ലോ ഒരു പന്ന അലപ്പറക്കം. വെറുതെ ഇരുത്തി പോലത്തൊന്നല്ല, അതുപോലെ കുറെ വൃത്തികേടുകളുണ്ട്, അത് പറയാതെ. അതിനൊരു കയ്യടി. ഞങ്ങൾ എന്നും നല്ല തമാശകൾ ക്രാക്ക് ചെയ്യുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ആളെ കളിയാക്കുന്ന ഒരാളാണ്. സ്വയം ഇരുന്ന് അല്ല, നേരെ ഓപ്പോസിറ്റ്സ് ആണെന്ന് തോന്നുന്നു. കോമഡി ചെയ്യുമ്പോൾ സീരിയസ് ആവും, സീരിയസ് ചെയ്യുമ്പോൾ കോമഡി. അല്ലല്ല, അത് സീക്രട്ട്. എവരി ഹോം ഹാസ് സീക്രട്സ്. ഇവിടുത്തെ സീക്രട്ട് പറഞ്ഞത് അയ്യോ, ഈടി വരും. നമ്മള് ടീം വർക്കാണ് അതല്ല, അല്ലാണ്ട് ഒരു ഡയറക്ടർ തീരുമാനിച്ചെല്ലാം പോയി ചെയ്യുമല്ലോ. നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ശിവദ ചേച്ചി, അഭയൻ സാർ, ചന്തു സാർ, അപർണ ചേച്ചി. ഒരു ഫ്ലോയില് വന്നതാണ്. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണ് ഈ ഫിലിമിലേക്ക് എത്തിയത്? പറയൂ, ആർക്കും തുടങ്ങാം. അറ്റത്തുനിന്ന് തുടങ്ങിക്കോളും. ശരി, പറയൂ ചേച്ചി. ഇല്ല, ആക്ച്വലി അഭയേട്ടൻ സൂസുവിൻ്റെ ടൈമിൽ നമ്മൾ കണ്ടിട്ടില്ല. അതിൻ്റെ സമയത്ത് കണ്ടിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു പ്രോജക്റ്റ് പറഞ്ഞു, പക്ഷെ അത് വർക്കൗട്ട് ആയില്ല നമുക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പ്രോജക്റ്റ് വന്നപ്പോൾ എല്ലായിടത്ത് പറഞ്ഞു ഇങ്ങനൊരു ഇതുണ്ട്, കഥയുണ്ട്, ഇത് ചെയ്യുമോ എന്ന് ചോദിച്ചു. കാരണം അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഞാൻ പറഞ്ഞു സ്ക്രിപ്റ്റ് കേൾക്കാം. കേട്ട് കഴിഞ്ഞപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. കാരണം നമ്മുടെ ഇടയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഈ കുറച്ച് ഇൻസിഡൻസിന് ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ മെയിനായിട്ട് ഒരു ഇൻസിഡൻറ്റ്, അതിൻ്റെ കൂടെ കുറേ നമ്മൾ ഇതുപോലെ കണ്ടിട്ടും കേട്ടിട്ടും ഉണ്ടാവും. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഐ തോട്ട് എനിക്ക് ആ സബ്ജക്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ ഇങ്ങനത്തെ ഒരു കഥാപാത്രം ആദ്യമായിട്ടായിരിക്കുമല്ലേ ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ റിലേറ്റഡ് ആണോ ഈ ഒരു ഫിലിം? എൻ്റെ പേഴ്സണൽ ലൈഫായിട്ട് ഒട്ടും റിലേറ്റഡ് അല്ല, ബട്ട് ഇങ്ങനത്തെ ഒരു കഥാപാത്രം ഞാൻ ഫസ്റ്റ് ടൈം ആയിരിക്കും. ചേട്ടനോ, ചന്തു ചേട്ടനോ? പറയൂ. സിനിമ വന്നത് എങ്ങനെയാണോ? അതെ, എങ്ങനെയാണ് ഈ ഫിലിമിലേക്ക് ചേട്ടൻ വരുന്നത്? വെരി ഈസി. ഹി കേം ആൻഡ് ടോൾഡ് ദി നറേറ്റഡ് സ്റ്റോറി. കഥ ഇഷ്ടപ്പെട്ടു. ശിവതയെ കൊണ്ടുവന്നു. വി വർക്ക്ഡ് ഇൻ 12th Man ബിഫോർ. അപ്പോൾ അതിനൊരു കംഫർട്ട് സോൺ ഒക്കെ ഉണ്ട്. അനുമോഹനുണ്ട്. ഞങ്ങളെല്ലാം ഒരുമിച്ച്, ഞങ്ങളെ സുഹൃത്തുക്കളാണ്. അപ്പോൾ അത് നല്ല കോണ്ടന്റ് ആണെന്ന്, ഡിഫറെന്റ് സബ്ജക്റ്റ് ആണെന്ന്, അങ്ങനെ വന്നത്. അങ്ങനെ. ചേച്ചിയോ? എനിക്ക് അഭയേട്ടനെയും അനിലേട്ടനെയും പ്രിയൻ ഓട്ടത്തിലാണ് മുതൽ അറിയാം. സോ ഇവര് സിനിമ ചെയ്യുമ്പം എന്നെ വിളിച്ചാൽ ഞാൻ ഒബ്വിയസ്ലി എന്തായാലും ഞാൻ പോയി ചെയ്യും, 100%. പക്ഷെ അതിൻ്റെ കൂടെ ആഡ് ഓൺ ഈ സ്ക്രിപ്റ്റും ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സിന് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇതിലൊരു ഇത്തിരി ടോംബോയിഷ് ടച്ച് ഉള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഐ വാണ്ടഡ് ടു ഗിവ് ഇറ്റ് എ ട്രൈ. എന്തുകൊണ്ടാണ് ഇവരെ തന്നെ എടുത്തത് ഈ സിനിമയിലേക്ക്? ഒരേ യോഗം. അല്ല, നമ്മൾ ഈ സബ്ജക്റ്റ് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൽ രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, നമുക്ക് ഈ സിനിമ ഡിസർവ് ചെയ്യുന്നൊരു ക്യാൻവാസ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബഡ്ജറ്റ് ലെവൽ നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അപ്പോൾ വലിയ തോതിൽ ഭയങ്കര വലിയ ആർട്ടിസ്റ്റുകൾക്കൊന്നും പോയി കുറേ കാലം കാത്തിരുന്ന് ചെയ്യേണ്ട സിനിമയല്ല, നമുക്ക് ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ട സിനിമയാണ്. പക്ഷേ ഇത് നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് വേണ്ട ആർട്ടിസ്റ്റുകൾ, അവർ നമ്മൾ പറയുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം നമ്മൾ സിനിമകൾ ചെയ്യുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്, സിനിമയുടെ ഇടയിൽ ഒരു ആർട്ടിസ്റ്റിന് വേറെ സിനിമയുടെ കാര്യത്തിന് പോകേണ്ടി വരിക, നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്യുക, ദ ഹോൾ പ്രോസസ്സ് ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ ഇത് അങ്ങനൊരു നിർബന്ധമുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഡിസൈഡ് ചെയ്തു, ഞാനും അനിലും, ഞങ്ങൾ രണ്ടുപേരാണ് ഇത് ചെയ്തത്. അപ്പോൾ ഇതിന് പറ്റിയ ആർട്ടിസ്റ്റുകൾ ആരാണെന്നുള്ളത് നമ്മൾ ആദ്യം നമ്മുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അവരെ ആദ്യം സമീപിച്ച് കഥ പറയാം എന്നുള്ളതായിരുന്നു സംഭവം. അപ്പോൾ അപർണയുടെ അടുത്ത് നമുക്ക് ഓൾറെഡി പ്രിയൻ ഓട്ടത്തിലാണ് സിനിമ ചെയ്തിട്ടുള്ള പരിചയവും കംഫർട്ടുള്ളതുകൊണ്ട് ഈ കഥ പോയി, ഏതാ ക്യാരക്ടർ എന്നൊന്നും പറഞ്ഞില്ല, കഥ പറയുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി ഭയങ്കര ഇതായിട്ട്, അപ്പോൾ ശിവ ചെയ്യേണ്ട ക്യാരക്ടർ അവിടെയുണ്ട്. അപ്പോൾ ഇതാരോ ചെയ്യുന്നതെന്ന് ചോദിച്ചു ആ ക്യാരക്ടർ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പറയാം. അപ്പോൾ ഞാൻ മറ്റേ ക്യാരക്ടറല്ലേ എന്ന്, അതായത് ആൾക്ക് അറിയായിരുന്നു ആളെ ഉദ്ദേശിക്കുന്നത് അതായിരിക്കും, കാരണം ഷീ സ്യൂട്ട്സ് ടു ദാറ്റ് ക്യാരക്ടർ എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലായി. അപ്പോൾ ഇത് എന്തായാലും ഞാൻ ചെയ്യും, എനിക്ക് ഇത് ചെയ്യണം എന്നപ്പോൾ തന്നെ പറയണ്ടേ. പിന്നെ ശിവതയുടെ അടുത്ത് നമ്മൾ നേരത്തെ പരിചയമുണ്ട്, നമ്മളിപ്പോൾ പ്രിയൻ ഓട്ടത്തിലാണ് സമയത്ത് സംസാരിച്ചിരുന്നു. അപ്പോൾ ശിവയ്ക്ക് അന്ന് സമയത്ത് വേറെ കമ്മിറ്റ്മെൻറ്റ്സ്, സിമിലർ കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ളതുകൊണ്ട് ചെയ്യാൻ പറ്റാതിരുന്നതാണ്. അപ്പോൾ
ഒന്ന് രണ്ട് സബ്ജക്ട്സ് ഇതുപോലെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് വേറെ പല കാരണങ്ങളും നടന്നില്ല. അപ്പോൾ ഈ കേസിൽ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ കഥ പറയാം, കേൾക്കാമെന്ന് പറഞ്ഞു. അന്ന് കഥ നരേറ്റ് ചെയ്തു. അപ്പോൾ ഡേറ്റ്സിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളത് നമ്മൾ കൃത്യം ഏത് സമയത്താണ് ചെയ്യുന്നത് ധാരണയായി. സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടു, അപ്പോൾ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഇവരിലേക്ക് എത്തിയത്. നിങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നോ ഈ സിനിമ ചെയ്യുന്ന സമയത്ത്? ഒരു ക്രൂ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ശിവദ ചേച്ചിയുടെ ഒരു വ്ളോഗ്. ആ പോസ്റ്ററിന്റെ ടൈമിൽ എടുത്തിട്ടൊരു സാധനം, ഞാൻ മോഹൻലാലിനെ കാണാൻ പോവാണ്, ഇത് കഴിഞ്ഞതിന് ശേഷം മോഹൻലാലിനെ കാണാൻ പോകുന്നൊക്കെ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ സിനിമ വരാൻ പോകുന്നുണ്ട്. ഞാൻ കണ്ടിരുന്നു ആ വ്ളോഗ്. ഒരു സിനിമയുടെ ഫോട്ടോഷൂട്ടാണ്. ഏതമ്മനെ സീക്രട്ട് ഹോം നന്നായിട്ട് അഭിനയിക്കണം. നല്ല ടൈറ്റിൽ എന്ന് പറഞ്ഞു. നല്ല ടൈറ്റിൽ അങ്ങനെയും കൂടി കൂട്ടിച്ചേർത്തു. അതെ. ഈ സീക്രട്ട് ഹോം എന്നാണല്ലോ ഇതിന്റെ ചിത്രത്തിന്റെ പേര്. അപ്പോൾ ഓരോ വീടിന്റെ ഉള്ളിലും ഓരോ സീക്രറ്റ്സ് ഉണ്ട്. ഒന്നല്ല, ഒരു ലോഡ് സീക്രട്ട് ഉണ്ടാവും. ഒരുപാട് സീക്രറ്റ്സ് ഉണ്ട്. നിങ്ങളൊക്കെ വീടിന്റെ ഉള്ളിലും ഇതുപോലെ ഒരുപാട് സീക്രറ്റ്സ് ഉണ്ടാവും. തീർച്ചയായും, ഉറപ്പായും. ഓരോ ഈ നമ്മൾ നേരത്തെ സംസാരിച്ച സമയത്ത് സാറിന്റെ വായിൽ തന്നെ വീണ ഒരു വാക്കാണ് എന്ത്, ലോട്ടറി എടുത്ത് ഹിറ്റ് ആകുന്നതിലും അത്രയും, അയ്യോ അങ്ങനെയല്ല, എന്തെങ്കിലും സിനിമ എടുത്ത് ഹിറ്റ് ആക്കുന്നതിൽ എത്രയോ എളുപ്പമാണ് ലോട്ടറി എടുക്കുന്നത് എന്ന് അങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കാഷ്വലായിട്ട് അവിടെ നിന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ എടുത്തതുപോലെ കോട്ട് ചെയ്യുന്നത്. അങ്ങനെയല്ല, ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഈ ഒരു സിനിമ ഇതിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര കോമ്പറ്റീഷനാണ്. ഈ സിനിമകളൊക്കെ വിജയിക്കുക എന്നുള്ളത് ഭയങ്കര ഹൈപ്പോടെ വന്നിട്ട് പല സിനിമകളും പ്രതീക്ഷിച്ച് വിജയം കൈവരിക്കാതെ പോയൊരു സമയത്ത് നിങ്ങൾ ഈ ഒരു സിനിമ ഒട്ടും ഹൈപ്പില്ലാതെയാണ് വരുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളൊരു എക്സ്പെക്ടേഷൻ? പറയൂ. നല്ല കണ്ടന്റ് നമ്മൾ കൊടുക്കുക, ഇഷ്ടപ്പെട്ട്. അത് എല്ലാ സിനിമയ്ക്കും അതിൻ്റെതായ ഫേറ്റ് ഉണ്ടല്ലോ. അപ്പം ഹിറ്റ് ഫ്ലോപ്പ് എന്നുള്ളതിലുപരി നമ്മൾ ചെയ്യുന്ന ഒരു കണ്ടന്റിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവുക, നമ്മളത് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ എൻഡ് റിസൾട്ട് ഒക്കെ അതൊന്നും നമ്മുടെ കയ്യിലല്ല. അപ്പം ഇഷ്ടപ്പെട്ടാൽ അത് വർക്കാവും, നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ വർക്കാവും. ഇല്ലെങ്കിലും എനിക്ക് തോന്നുന്നു ഈ കണ്ടന്റ് തിയേറ്ററിൽ ആൾക്കാർ കണ്ടില്ലെങ്കിലും എന്തെങ്കിലും കാണുമ്പോൾ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ ആൾക്കാർ വന്ന് കാണാന്നുള്ളതൊക്കെ അതൊരു റിയൽ ലൈഫായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ് ഈ സ്റ്റോറിന്ന് തോന്നുന്നു. എല്ലാവരുടെയും റിയൽ ലൈഫ് ഫോട്ടോ അല്ല, അങ്ങനെയല്ല, പുറത്ത് നിൽക്കുന്ന ആൾക്കാരുടെ റിയൽ ലൈഫിൽ എപ്പോഴെങ്കിലും സംഭവിച്ചു പോകുന്ന കാര്യങ്ങളുമായിട്ട് കണക്ട്. അല്ല, ആക്ച്വലി ഇറ്റ്സ് എ ക്രൈം. അപ്പം ഇങ്ങനത്തെ ക്രൈം സംഭവിച്ചിട്ടുണ്ട്. ആ ക്രൈമാണ് റിയൽ ലൈഫിൽ നടന്ന ഇൻസിഡന്റ് എന്ന് നമ്മൾ പറഞ്ഞത്. അല്ല, ഒരു പറയുന്നത് ഇതിൻ്റെ അകത്തുള്ള ചില ന്യൂവാൻസസ് ഉണ്ട്. ഒരു വീടാകുമ്പോൾ ഒരു ഭർത്താവ്, ഭാര്യ, കുഞ്ഞ്, അമ്മ, ഇങ്ങനത്തെ പ്രോക്സിമിറ്റി ഉണ്ട്. റിലേഷൻ പ്രോക്സിമിറ്റിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ സംഭവിക്കാൻ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സാധ്യതയുണ്ട്, ചില വീടുകളിൽ അങ്ങനെ റിലേറ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. ഇതിന്റെ ഇൻസിഡന്റും നമുക്ക് എല്ലാ വീട്ടിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഒരു ക്രൈമാണ് സംഭവിച്ചിരിക്കുന്നത്. അതാണ് ഇപ്പൊ ഈ സിനിമ പറയുന്നത്. അതായത് ബേസിക്കലി നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ. സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ജനറൽ കാര്യത്തിനെ അല്ല നമ്മളിതിൽ എടുത്തിരിക്കുന്നത്. ഇത് ജനറൽ അല്ല, ഈ നമ്മളുടെ ഇൻസിഡൻറ്റും ജനറൽ അല്ല, ഇൻസിഡൻറ്റിന് ബേസ് ആയിട്ടുണ്ടായിട്ടുള്ള കാരണങ്ങളും ജനറിക് അല്ല. പക്ഷേ ഇതെല്ലാം ഇവിടെ ഉണ്ട്. നമ്മൾ പുറത്ത് പറയാൻ മടിക്കുന്ന, ആഗ്രഹിക്കാത്ത, കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് റിയൽ നടന്ന സംഭവത്തിൽ ഒരു ക്രിയേറ്റീവ് അഡിഷൻ ആണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഇപ്പം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ ഓൾ സെറ്റ്? ഒരു എത്ര ദിവസം എടുത്തു ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ? 30 days. ഒരുപാട് ദിവസം മുന്നേ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ ചിത്രമാണ്, ഇപ്പോഴാണ് റിലീസിന് എടുക്കുന്നത്. അപ്പം എന്താണ് നിങ്ങളെയൊക്കെ ഒരു ഇത് പറയും? ഭയങ്കര കാമാണ് ആക്ച്വലി എല്ലാവരും, അല്ലേ? അത്ര ടെൻഷൻ ഒന്നുമില്ല. അല്ല, നിങ്ങളെല്ലാരും വൈബാണ് ഭയങ്കര. ഞങ്ങളെന്നല്ല പറയുന്നത്, ഇതിന്റെ അമരത്തിരിക്കുന്ന അഭയേട്ടനൊക്കെ ഈ പടം ഷൂട്ട് ചെയ്യുന്ന ഇതൊരു ഇത്രയും തീവ്രമായ സബ്ജക്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു മനുഷ്യന്റെ മുഖമാണോ നമ്മൾ? ഒരിക്കലും അല്ല, അങ്ങനെയല്ല. നമ്മൾ ഷൂട്ട് ചെയ്യും ഇപ്പോഴല്ലേ അവിടെ ഷൂട്ട് ചെയ്യുമ്പോ ഈ മനുഷ്യൻ ഇത് വളരെ ചില്ലായിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ ചാടിക്കാൻ പോയല്ലോ അങ്ങനെ. So he is very confident about the script. He is very confident about his content, the way it's supposed to be shot. ഇതൊക്കെ പുള്ളിയുടെ തലയിൽ നമ്മൾ ഏതോ ഇന്റർവ്യൂ പറഞ്ഞ കസിൻ വൈബിലാണ് പോയിക്കൊണ്ടിരുന്നത് സിനിമ മൊത്തം. ഞങ്ങളുടെ ഒരു കുടുംബത്തിൽ കുറെ സഹോദരങ്ങൾ വന്ന് പെർഫോം ചെയ്യുന്നു, ഒരേ ഫ്ലൈറ്റുള്ള കുറെ പേര് നമ്മൾ ഈ പടം ചെയ്യുന്നു, അങ്ങനെയായിരുന്നു. ഇപ്പൊ അല്ലേട്ടനായാലും പുള്ളിയായാലും നമുക്ക് സ്ട്രെസ്. പക്ഷെ ഇൻസ്ട്രക്ഷൻസ് ആർ വെരി ക്ലിയർ. അവർ വന്നൊരു പേപ്പർ എടുത്ത് വെച്ചിങ്ങനെ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇതാണ് ഇവിടെ വേണ്ടത്, ബാക്കി നൗ യു ഇംപ്രവൈസ് ആൻഡ് സീ വാട്ട്സ് ഗോണ ഹാപ്പൻ. ഭയങ്കര കംഫർട്ട്. 30 ദിവസവും സന്തോഷത്തോടെ ചെയ്ത വളരെ ലിമിറ്റഡ് സിനിമകളിൽ ഒന്നായിരിക്കും സീക്രട്ട്. 30 ദിവസവും സന്തോഷം. അതുപോലെയൊക്കെ ഏതെങ്കിലും ഒരു സിനിമ ഒരു ക്രിഞ്ച് ഫീൽ ഇല്ല, അല്ലെ നമുക്കൊരു ഡാർക്ക് അടിക്കാതെ നമുക്കൊരു. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് നമ്മൾ ആക്ച്വലി പോകുമ്പോൾ ഇപ്പോൾ ഒരു സിനിമയിൽ പോവുകയാണെങ്കിൽ പോയി ഷോട്ട് കഴിഞ്ഞ് തിരിച്ച് ക്യാരവനിലൊന്നും അവിടെ നിന്ന് ഭക്ഷണം ഇത് അങ്ങനെയല്ല. ലഞ്ചിനായാലും ശരി, മോർണിംഗ്
എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന ഈവൻ ഡിന്നറിന് നമ്മൾ അവസാനം അല്ല, ഒരാൾക്ക് ഇല്ലാത്ത ദിവസം, അതായത് ഒരാൾക്ക് അന്ന് ഷൂട്ടില്ല, പക്ഷെ ആ ആള് ലൊക്കേഷനിൽ വരും. അതായത് അങ്ങനെ ഒരു വൈബ് ഉണ്ടായ നല്ല രസമുള്ള അല്ല, അത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമുക്ക് ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ വേണമെന്ന് നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. കാരണം ഒന്നാമത് ഞാൻ ആദ്യമായി സിനിമ സംവിധാനം ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് ആ സ്ട്രെസ്സും കൂടി എടുക്കാൻ വയ്യ, ആർട്ടിസ്റ്റുകളുടെ ഡേറ്റിന് അതിന്റെ പ്രോബ്ലംസ്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, സംബന്ധിച്ചിടത്തോളം പടമൊന്നുമില്ലായിരിക്കും. അതാണ് ഇൻഡയറക്ട്ലി ഉദ്ദേശിച്ചത്. അല്ല, വേറെ സിനിമകൾ ഉണ്ടെങ്കിലും ഇത് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി എന്ന് നമ്മൾ പറഞ്ഞു. ഇതിന് തരണം, ഇതിന്റെ ഇടയിൽ അതിന് ഓടിപ്പോകുന്ന പരിപാടി നടക്കില്ല എന്ന് ആദ്യം തന്നെ അവരോട് വ്യക്തമായി പറഞ്ഞു. അപ്പൊ അവരെല്ലാവരും അതിനെ അംഗീകരിച്ചു, റെഡി. സെറ്റ് മൊത്തം ഇത് നിൽക്കുന്ന കാരണം സമയത്ത് നമുക്ക് ഇവർക്ക് ഒരുപാട് ഗ്യാപ്പ് ഒന്നുമില്ല. പക്ഷെ 1-2 ദിവസം ഇടയിലില്ലാത്ത സമയത്ത് പോയിട്ട് വേറെ സിനിമ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്തിരിക്കണം അവിടെ. അപ്പൊ അത് പരിപാടി ഇല്ലാതിരിക്കാനാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ആ ഒരു സൗഹൃദം പെട്ടെന്ന് ഉണ്ടായി. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ സെറ്റ് മൊത്തം ഭയങ്കര അതിന്റെ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാല് നമുക്ക് ഇവരോട് ഒരു ഇൻഹിബിഷൻസ് ഇല്ലാണ്ട് പറയാം. അതായത് നമുക്ക് ഒരു പ്രോബ്ലം ഇല്ല. ഇപ്പൊ ചന്തുവിന്റെ അടുത്ത് പറയാണ്, ചന്തു നമുക്ക് ഇത് പോരാ, ഇത് ഈ തരത്തിൽ വേണം. അപ്പൊ അനിലാണെങ്കിലും, ഞാനും അനിലുമാണ് ഇതിന്റെ എല്ലാ കാര്യം ക്രിയേറ്റീവ് സൈഡ് ഫുള്ള് വർക്ക് ചെയ്തത്. അപ്പൊ ചന്തു നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ മനുഷ്യൻ നമ്മൾ കാണുന്ന ഏറ്റവും അല്ല. അല്ല, സത്യമായിട്ടും നമുക്ക് ഒരാളെ ആദ്യം പുറത്തുനിന്ന് കിട്ടുന്ന ധാരണകളുണ്ട്, അല്ല ആരെ കുറിച്ചാണെങ്കിലും. അത്രയും മോശം ധാരണയായിരുന്നു. അല്ല, മോശം ധാരണ കാണുമ്പോ നല്ല ജാടുള്ള ഒരാളായിട്ട് തോന്നും. ആദ്യമായിട്ടല്ലേ ബുക്ക് അതെ, ഞാൻ ഫസ്റ്റ് ചന്ദ്രനെ എപ്പോ കണ്ടിട്ടുണ്ടെന്ന് അറിയോ? പ്രിയനോട്ടത്തിലാണ് ഡബിന്റെ സമയത്ത്, നമ്മൾ സ്റ്റുഡിയോയിലുള്ള സമയത്ത് നമ്മൾ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ചന്ദ്രനെ വിചാരിച്ചപ്പോ കണ്ടപ്പോ ഇങ്ങനെ ഇറങ്ങിയത് ഹായ് പോയി, ഞാൻ എന്ത് ജാടാ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരാളല്ല. നമ്മള് പുറത്തുനിന്ന് ആളുകളെ കിട്ടുന്ന ഫീഡ്ബാക്കും നമ്മൾ അവരിലേക്ക് ചെന്ന് സംസാരിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും ടോട്ടലി ഡിഫറെന്റ് ആണ്. അതായത് ഞങ്ങൾക്ക് ഒരുപാട് റിയലൈസേഷൻസ് ഉണ്ട്. നമ്മളെ പുറത്തെ ആളുകൾ ഞങ്ങൾക്ക് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടെന്ന് വെച്ചാൽ ചന്തുവിന്റെ അത്ര ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളെ ഭയങ്കര ഡിഫിക്കൽട്ടാ കാണാനായിട്ട്. കാരണം അത്രയും അല്ല, അത് ഇത് നമ്മള് വെറുതെ ഇരുത്തി പോലത്തൊന്നല്ല, അതുപോലെ കുറെ വൃത്തികേടുകളുണ്ട്, അത് പറയാതെ. അതിനൊരു കയ്യടി. അതല്ല, അതായത് ഇത്തിരി കൂടുതൽ സമയം ഇരിക്കേണ്ട കാര്യങ്ങൾ വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ചന്തുവിനെ വിളിച്ചു, ചന്തു 4 മണിക്ക് നമുക്ക് ഈ സീൻ ഷൂട്ട് ചെയ്യാനുണ്ട് എന്ന് പറയുന്നു. ചന്തു വന്ന് വെയിറ്റ് ചെയ്യുന്നു. രാത്രി 10 മണി വരെ ചിലപ്പോൾ ചന്തു ഷൂട്ടില്ലാണ്ട് ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് വേറെ. അപ്പം നമ്മൾ പോയി പറയുന്നത് ചന്തു വേറൊരു സാധനത്തിലില്ലേ, ആൾക്ക് കുഴപ്പമൊന്നുമില്ല, ആളത് കാര്യം മനസ്സിലാക്കി വെയിറ്റ് ചെയ്യുക. പിന്നെ ആ സൗഹൃദത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പോയി പറയുകയാണ് ഇത് ഇംപ്രൂവൈസ് ചെയ്യണം, ഇതിൽ നിന്ന് മാറണം, ഇത് പോരാ എന്ന് പറഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അത് നേരെ മറിച്ച് ഞാനിത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇവരെല്ലാവരും അതിന് വില്ലിങ് ആയിരുന്നു. അതായത് സത്യം പറഞ്ഞ കോമഡി സബ്ജക്റ്റ് ചെയ്തൂടെ? അല്ല, സീരിയസ്ലി കണ്ടന്റ് ചെയ്യുമ്പോൾ ഇത്രയും കോമഡിയാണ് സെറ്റിലെങ്കിൽ കോമഡി വരുമ്പോ ഞങ്ങൾ ശരിക്കും റിയലൈസ് കാണുമ്പോൾ അല്ല, അതിനേക്കാളും കോമഡി ആയിരുന്നു ഇത് ആക്ച്വലി. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ആ പ്രൊജക്റ്റഡ് ഇമേജ് ബ്രേക്ക് ആകുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെയാണ്, ഇത്രയേ ഉള്ളൂ. അതാണ് ഇത് നേരെ ഓപ്പോസിറ്റ്സ് ആണെന്ന് തോന്നുന്നു. കോമഡി ചെയ്യുമ്പോൾ സീരിയസ് ആവും, സീരിയസ് ചെയ്യുമ്പോൾ കോമഡി. മണ്ടത്തരങ്ങൾ പറഞ്ഞത് സെറ്റിലും ഇങ്ങനെ തന്നെയായിരുന്നു. വിജയ് സാറിന്റെ കൂടെ വർക്ക് ചെയ്ത് അപർണ വരുന്നു, ഡാഡ വരുന്നു, അങ്ങനെ കുറെ അപർണ വന്നിട്ട് ശബ്ദവും ബഹളവും എല്ലാ വീട്ടിലും കാണുമല്ലോ ഒരു അലപ്പറ. ആണല്ലേ? അതുപോലെയായിരുന്നു അനുമോഹന്റെ കഥാപാത്രം. അനുമോഹൻ കാണുന്ന ഒരു ലുക്കിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. അല്ല, അനുമോഹൻ വ്യത്യസ്തമൊന്നുമല്ല. ഞാനും അവനും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് ഒരേ വൈബിൽ പോകുന്ന ഒരേ നല്ല സുഹൃത്തുക്കളാണ്. അപ്പൊ ഞങ്ങൾ എന്നും നല്ല തമാശകൾ ക്രാക്ക് ചെയ്യുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ആളെ കളിയാക്കുന്ന ഒരാളാണ്. അല്ല, നമ്മള് തമാശയാണ് നമ്മൾ ആഗ്രഹിക്കുന്നില്ല, എല്ലാരും ചിരിപ്പിക്കാന്നുള്ളതല്ല, നമുക്ക് ചിരിക്കണം, സന്തോഷിക്കണം, അങ്ങനെയാണ് വൈബോണവൻ. പക്ഷെ അതൊന്നും അല്ല. സീക്രട്ട് ഹോമിൽ ഞാനും അവനും അപ്പുവും ശിവതയും ഒന്നും അവരായിട്ടല്ല. അവരുടെ ഒരു ട്രേറ്റ്സ് പോലും കാണാൻ പറ്റില്ല. പോസ്റ്ററിൽ പോലും നിങ്ങളെയൊക്കെ വേറൊരു ഭാവമാണ് കാണാൻ കഴിയുന്നത്. എല്ലാവർക്കും ഒരു കുറച്ച് സീരിയസ് മോഡാണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞു വെച്ച് നോക്കുമ്പോ നിങ്ങളെ റിയൽ ലൈഫായിട്ട് ഒരു ബന്ധവും. ഈ ഫോട്ടോ എടുക്കുമ്പോ പോലും എല്ലാരും ഒന്നും എല്ലാവരും സീരിയസ് ആയിരിക്കും, അങ്ങനെ പറഞ്ഞിട്ടായിരിക്കും എടുത്തിട്ടുണ്ട്. അത് ഈ ഷൂട്ടാണെന്ന് തോന്നുന്നു വ്ളോഗ് ചെയ്തത്. അതെ അതെ.
അതുണ്ടായിരുന്നു അപർണ ചേച്ചി ഹായ്ഷു പറയണ്ടേ വ്ലോഗ് പറയണ്ടേ എല്ലാവരും ശിവദ ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതെ എൻ്റെ അമ്മേ. താങ്ക് യു. ശിവദ ചേച്ചി ആണെങ്കിൽ അടുത്തൊരു വീടൊക്കെ വെച്ച് ഇപ്പൊ കൂടുതലും അതെ വീട് വെക്കലും മറ്റേ വീട്ടിൽ കൂടുതൽ പോവലും ഒക്കെ ആയിരുന്നു ശിവദ ചേച്ചിക്ക് ഒരു ടൈം വരെ. അനുശ്രീയുടെ നമ്മളെ വിളിച്ചിട്ടില്ല. നമ്മളെ അതെ വീട് അതെന്താ ചേച്ചി വിളിക്കാഞ്ഞേ? അതല്ല, ഒരു വീട്ടിൽ നിന്ന് മറ്റു വീട്ടിലേക്കുള്ള പാലം പണി തീർന്നിട്ടില്ല. അത് കഴിഞ്ഞ് അതായത് ഒരു കോമ്പൗണ്ടിനകത്ത് 2 വലിയ വീട് അതിങ്ങനെ കണക്ട് ചെയ്യുന്നൊരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജിന്റെ പണി കഴിഞ്ഞിട്ടില്ല. ബ്രിഡ്ജിന്റെ ഉദ്ഘാടനം നടക്കാൻ പോകുന്നേ ഉള്ളൂ. പോരെ. അതെന്താണെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരൂ. അതായത് പുള്ളിക്കാരുടെ ഔട്ട് ഹൗസ് എങ്ങാണ്ടാണ്. അതൊരു വീടിന്റെ അത്ര വലിപ്പം. അല്ലല്ല, അത് സീക്രട്ട്. എവരി ഹോം ഹാസ് സീക്രട്സ്. ഇവിടുത്തെ സീക്രട്ട് പറഞ്ഞതാണ്. അയ്യോ ഇത് കഴിയുമ്പോ വെക്കാറുന്നാണ്. ഈടി വരും. ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഇല്ലല്ലേ? അല്ല പണി തീർന്നിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പം വലിയൊരു ഗ്രാൻഡ് ഇവന്റ് വരാൻ പോകുന്നു. വരുമോ? ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു. ഞാനും പ്രതീക്ഷിക്കുന്നു. അല്ല ഇവരല്ലെങ്കിലും ഫാമിലി അല്ലേ. അതെ, ഇപ്പൊ വേണമെങ്കിലും കയറി വരാൻ പാകത്തിനുള്ള ഒരു ഇത്. നിങ്ങൾ ഒരുമിച്ച് ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ട്. അനുമോഹന്റെ കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. 6 പടമായി. ഞാനും അനുമോഹനും 12th Man 6 പടമൊക്കെ മലയാളത്തിൽ മാത്രം 6 പടം. മലയാളത്തിൽ മാത്രം. ഞങ്ങൾ ഇനി ഹണ്ട് ഇറങ്ങാൻ പോകുന്നു. ഓക്കെ, നിങ്ങള് ഇവരെ പുതിയ പടം ഇറങ്ങി അന്ധകാര എങ്ങനെയുണ്ട്? അത് പോയി കണ്ടിട്ട് പറയാ. ഇത് സീക്രട്ട് ഫോമിന്റെ അല്ലേ? അങ്ങനെ ഞാനത് വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കാൻ ആഗ്രഹിക്കുന്നു. ഇല്ല ഞാൻ ഇതിനാണെങ്കിൽ ഇതിന് മാത്രം. അത് സിനിമയ്ക്കാണെങ്കിൽ അങ്ങനെയാണ്. ഞാൻ ഒരു സിനിമ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് മാത്രം, അതിന്റെ ഇടയിൽ ഒന്നുമില്ല. അതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇടയ്ക്ക് വേറെ പടമൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചേച്ചിക്ക് ഇനി അടുത്ത വരുന്ന പ്രൊജക്ട് തമിഴിലാണോ മലയാളത്തിലാണോ? ഏതാണ് ഇനി അടുത്ത കമ്മിറ്റ് ചെയ്ത്? മലയാളത്തിൽ. ചേച്ചി ശുദ്ധ ചേച്ചിയോ? തമിഴ് റിലീസ് ഉണ്ട്. ചേച്ചിന്റെ ഒരു മേക്ക് ഓവർ ഒക്കെ ഭയങ്കര ഒരു ഇതായിരുന്നു. ഒരു എന്താ പറയാ, പെട്ടെന്ന് കണ്ടതിൽ നിന്ന് ഭയങ്കര ഡിഫറെന്റ് ഇപ്പം കാണുമ്പോൾ. സ്വന്തമായിട്ട് എനിക്ക് തന്നെ തോന്നിയിട്ടുള്ള മേക്ക് ഓവർ ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫിലിമിന് വേണ്ടിയിട്ടുള്ള? ആക്ച്വലി സത്യം പറയുകയാണെങ്കിൽ ഹെയർ ഒന്ന് ഡൊണേറ്റ് ചെയ്തതാണ്. ഓ, ഡൊണേറ്റ് ചെയ്തതാണോ? അപ്പൊ അത് കഴിഞ്ഞപ്പോ എനിക്ക് കുറച്ചു കാലമായിട്ട് ഇങ്ങനെ ഒരു മേക്ക് ഓവർ വേണമെന്നുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അത് ഡൊണേറ്റ് ചെയ്തു. പിന്നെ അങ്ങനെ പോയിട്ട് ചേട്ടൻ മുടി നീട്ടി വളർത്തുന്നത് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? നീളമൊന്നും വരത്തില്ല. ഞാൻ ആർക്കും കൊടുക്കില്ല. ഇത് ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. പിന്നെ ഈ സിനിമയെ പറ്റി കൂടുതലായിട്ട് എന്തൊക്കെയാണ് പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ളത്? അല്ല, ഇത് നമ്മൾ ഒരു മലയാള സിനിമയിൽ കണ്ടിട്ടില്ലാത്തൊരു വിഷയമാണ്. അല്ല ഇതിലല്ലെങ്കിൽ ഇത് എന്താ പറയുക, റിവീൽ ചെയ്യുന്നൊരു കണ്ടന്റ് ഇതുവരെ മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ലാത്തൊരു കാര്യമാണ്. പിന്നെ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് നമ്മളുടെ വീടുകളിലൊക്കെ സീക്രട്സ് ഉണ്ടെങ്കിലും നമ്മൾ പുറത്ത് സമൂഹത്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നതെല്ലാം നമ്മളുടെ പോസിറ്റീവ്. നമ്മൾ പുറത്ത് നോക്കുമ്പോൾ എല്ലാ വീടും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണല്ലോ, അവരുടെ വീട്ടുകാർ ഭയങ്കര സ്നേഹം. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴായിരിക്കും ചിലപ്പോൾ ഡാർക്കായിട്ടുള്ള ഒരുപാട് സീക്രട്സോ അല്ലെങ്കിൽ പ്രോബ്ലംസോ ഇതെല്ലാം പല വീടുകളുണ്ടാവും. പക്ഷേ ഇത് ഒരിക്കലും അതിൽ ശ്വാസം മുട്ടി കഴിയുന്ന ആളുകളുണ്ടാവും, ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും ഈ സീക്രട്സിൻ്റെ ഭാഗമായിട്ട് പല കാര്യം. അപ്പോൾ ഈ സിനിമ അത്തരം ഒരു സീക്രട്ടിനെ റിവീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അത്തരം കാര്യങ്ങളുടെ ഭാഗമായിട്ട് ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകളും ഉണ്ടാവും സമൂഹത്തിൽ. അപ്പോൾ ഏതൊക്കെ തരത്തിൽ അത് ബാധിക്കപ്പെടും എന്നുള്ള ഒരു കാര്യം നമ്മൾ സട്ടിലായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതാണ് സിനിമ. ഇപ്പം ഫിലിം ഇപ്പം തിയേറ്ററിലൂടെ അല്ലെങ്കിലും OTT-യിലൂടെയൊക്കെയാണ് ഇപ്പോൾ സിനിമകൾ കൂടുതലും ആളുകളിലേക്ക് എത്തുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് അങ്ങനത്തെ ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല. OTT കൂടിയൊക്കെ ആൾക്കാർ പല പടങ്ങളും റിലീസായതിനു ശേഷം OTT കൂടിയാണ് ആൾക്കാർ കുറച്ചുകൂടി സ്വീകരിച്ചിട്ടുള്ളത്. നിങ്ങൾ 12th Man OTT ആയിരുന്നു. അത് ഡയറക്റ്റ് OTT ആണ്. പക്ഷെ നമ്മളെല്ലാ നടീനടന്മാരെല്ലാവരും പേഴ്സണലി ആഗ്രഹിക്കുന്നത് അത് വലിയ സ്ക്രീനിൽ ആൾ കാണുമെന്നാണ്. ഇപ്പോൾ മാലിക് എന്നൊരു പടം തിയേറ്റർ റിലീസായിട്ട് ഷൂട്ട് ചെയ്ത ആ ക്യാൻവസ് ചെയ്ത പടമാണ്. അതിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. SP-യുടെ ക്യാരക്ടറായിരുന്നു. പക്ഷെ അതൊരു ഈ തരം വലിയ സ്ക്രീനുകളിൽ പ്രദർശിപ്പിക്കപ്പെടേണ്ട സിനിമയായിരുന്നു. അത് കുറച്ചുകൂടി ഇമ്പാക്റ്റ് ഉണ്ടാക്കുമായിരുന്നു. എനിക്കായാലും ഒരു ബഡിങ് ആർട്ടിസ്റ്റിനൊക്കെ അത് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കുമായിരുന്നു. OTT വരുന്ന റിസീവ് ചെയ്യുന്നത് സന്തോഷമുള്ള കാര്യമാണ്. ഇത്രയും മാസ് ആയിട്ടുള്ള ഓഡിയൻസ് എല്ലായിടവും ഇരുന്ന് കാണാം എന്നുള്ളതാണ്. അതിനേക്കാൾ ഒരു ആക്ടേഴ്സിന് എനിക്ക് പേഴ്സണലി സിനിമകളെല്ലാം തിയേറ്ററിൽ ഓടുകയും അത്രയും ജനം അവിടെ നിന്ന് കാണാം. അതുണ്ടാക്കുന്ന ഒരു ആംബിയൻസ്, അതുണ്ടാക്കുന്ന ഒരു കൾച്ചറൽ ഒരു സ്പേസ്, ആർട്ടിസ്റ്റിക് സ്പേസ് ഉണ്ടല്ലോ ആ തിയേറ്ററിൽ. ഇപ്പൊ പ്രേക്ഷകരെല്ലാരും തിയേറ്ററിൽ പോയി കാണുന്നുണ്ടോ? അല്ലെങ്കിൽ എല്ലാവർക്കും ആക്സസിബിൾ കൂടുതലും ഫോണിലാണ്, OTT-യിൽ വരട്ടെ കാണാം എന്നുള്ളൊരു. ഇവിടെ എത്രയോ സിനിമകൾ വിജയിച്ചുകൊണ്ടേയിരിക്കുന്നു. അതെ, ഈ വർഷം ഏതാണ് ഇങ്ങനെ വിജയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമകൾ. ആള് തിയേറ്ററിൽ പോയി കാണാൻ. തിയേറ്റർ കൾച്ചർ ഇസ് ഡിഫറെന്റ്.
നമ്മളതിൽ പോയി അവിടെ ഇരുന്ന് പോപ്കോൺ കഴിച്ച് കുട്ടികളെ കൊണ്ടുപോയി ആസ്വദിച്ച്. അത് കാണുന്നില്ല. ഇത്രയും വലിയ ഇത് അതൊരിക്കലും പോത്തില്ല. ഇത് എങ്ങനെയാണ്, ഒരു ഫാമിലി മൂവി ആണോ? ഇത് ഫാമിലി കുട്ടികളായിട്ട് പോയിരുന്ന പോപ്കോൺ കഴിച്ച് കാണുന്ന സിനിമയല്ല. കുഴപ്പമില്ല, കുട്ടികൾക്ക് പറ്റിയ സിനിമയല്ല. അതായത് കുട്ടികൾക്ക് പോയാൽ മനസ്സിലാവില്ല. അതാണ് കുട്ടികളെ കൊണ്ടുപോയിട്ട് വലിയ കാര്യമുണ്ടെന്ന് അവരത് എൻജോയ് ചെയ്യാനും പോകുന്നില്ല. അവർക്കൊന്നും മനസ്സിലാവും. നല്ല സീരിയസ് കോണ്ടന്റ് ആണ് സംസാരിക്കുന്നത്. ഓക്കെ. ടീനേജേഴ്സിനൊക്കെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോവാം, അങ്ങനെ അച്ഛനും അമ്മയായിട്ട് പോവാം. അതിനൊന്നും അച്ഛനും അമ്മയായിട്ട് കുഴപ്പമൊന്നുമില്ല. കുട്ടികളെ കൊണ്ടുപോകണ്ട. കുട്ടികൾക്ക് കൊണ്ടുപോകണ്ടെന്നല്ല, അവർക്ക് മനസ്സിലാവില്ല. അല്ല, ഒരു സീരിയസ്ലി ഒരു ക്രൈം സംഭവങ്ങൾ നമ്മൾ കുട്ടികളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ. അത് അവർ കാണേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് അത്രയ്ക്കും ഒരു ക്രൈം കുഞ്ഞൊക്കെ ഉണ്ട്, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. വെറുതെ ഒരു അങ്ങനെയാണ്. അതുകൊണ്ട് അല്ല, ക്രൈം കുട്ടികൾ കാണണ്ട എന്ന് നമ്മൾ വിചാരിക്കുന്നു. അതാണ് അതിന്റെ ലെവൽ ഭയങ്കര കൂടിയത് കൊണ്ടോ കുറഞ്ഞോണ്ടല്ല. കുറഞ്ഞാലും കൂടിയാലും ക്രൈം ആണല്ലോ. അപ്പൊ അത് കുട്ടികൾ കാണാതിരിക്കുകയായിരിക്കും നല്ലതെന്ന് നമുക്ക് തോന്നുന്നു. നിങ്ങൾക്ക് തോന്നുന്നു? റിലീസ് ഡേറ്റ് മാർച്ച് 1 നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ടെക്നിക്കലി നല്ല സ്ട്രോങ് ടീമാണ് ഇതിലുള്ളത്. ഇപ്പോൾ അജയ് ഡേവിഡ് കാച്ചപ്പള്ളിയാണ് DOP. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സിനിമ നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ആദ്യം ചെയ്തത് അജയുടെ അടുത്ത് പോയിട്ട് ഇതിന്റെ കഥ പറഞ്ഞു. കാരണം ഒരാൾക്ക് സിനിമ ചെയ്യാൻ ഒരു DOPക്ക് അതിനുള്ള ഇൻട്രസ്റ്റ് വരണം. അദ്ദേഹം കുറെ നല്ല വലിയ സിനിമകൾ ചെയ്തിട്ടില്ല. പൊറിഞ്ചുമറിയും തുടങ്ങി കുറെ നല്ല വലിയ അപ്പോൾ ആളോട് കഥ പറഞ്ഞപ്പോൾ തന്നെ ആള് പറഞ്ഞു, അവിടെ ഇത് നമുക്ക് ചെയ്യാം, ഇത് സംഭവമുണ്ട്. അതായത് ഒരു കണ്ടന്റ് വാല്യൂ ഉള്ളൊരു സാധനമുണ്ട്. ഒരു DOPക്കും അതിന് വേണ്ട കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളൊരു എലിമെന്റ് അതിലുണ്ട് നല്ലോണം എന്ന് പുള്ളിക്ക് മനസ്സിലായി. അപ്പം നമ്മുടെ ഇതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള DOP, അയാളുടെ ക്രിയേറ്റിവിറ്റിയും എല്ലാം നമുക്ക് വേണം. ഇപ്പം നമ്മൾ ടീം വർക്കാണ് ഇതെല്ലാം, അല്ലാണ്ട് ഒരു ഡയറക്ടർ തീരുമാനിച്ചെല്ലാം പോയി ചെയ്യുമല്ലോ. നമ്മുടെ അസിസ്റ്റൻസും അസോസിയേറ്റ്സും അടക്കം എല്ലാവരും ഒരേപോലെ കോൺട്രിബ്യൂട്ട് ചെയ്ത്. പക്ഷേ നമുക്കറിയാം ഫൈനലി എന്താ വേണ്ടതെന്നുള്ള കാര്യത്തിൽ എനിക്കും അനിലിന് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഇതാണ് സിനിമ പറയേണ്ടത്, ഇതാണ് വേണ്ട സീനുകൾ. അപ്പം അതിനുവേണ്ടി വേണ്ട ടെക്നിക്കൽ സപ്പോർട്ടാണ് എല്ലാവരും തരുന്നത്. അജയുടെ ഭാഗത്ത് അങ്ങനെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മുടെ കൂടെ നിന്ന് നമുക്ക് വേണ്ടത് എന്താണോ അത് എടുത്തു തരാൻ അദ്ദേഹം വളരെ എഫർട്ട് എടുത്ത്. അപ്പോൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വിഷ്വൽസ് അത്രയും ഗംഭീരമായിട്ടുണ്ട്. അത് നമ്മൾ ന്യൂട്രലായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. അതുപോലെ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ശങ്കർ ശർമ്മ എന്ന് പറഞ്ഞ ഒരു പയ്യനാണ്. ആള് ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ആളാണ്. ആളുടെ മ്യൂസിക് നോക്കിക്കോളൂ, നിങ്ങൾ ഈ സിനിമ രജിസ്റ്റർ ചെയ്യും, കുറച്ചും കൂടി കൂടുതൽ നന്നായി രജിസ്റ്റർ ചെയ്യും. അപ്പം അങ്ങനെ ഒരു സെറ്റ് സ്കോറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള സിനിമയാണ്. സ്കോർ വർക്കാണ്, എലിവേഷൻ സീൻസ് ഒക്കെ. അപ്പം അത് നന്നായിട്ട് ചെയ്തിരിക്കുന്നു. നമ്മൾ പ്രിവ്യൂ കണ്ട് അതെ, ഇന്നലെ നമ്മൾ പ്രിവ്യൂ കണ്ടു പടത്തിന്റെ. എങ്ങനെ ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ പടം വളരെ നല്ലതല്ലേ പറയുള്ളൂ, നല്ലത് തന്നെ. പിന്നെ പെർഫോം ചെയ്തിരുന്ന ആർട്ടിസ്റ്റുകളെല്ലാവരും, അതായത് നമ്മളിത് ഈ ഒരു ന്യൂട്രൽ പെർസ്പെക്റ്റീവ് എന്ന് പലരും കാണുമല്ലോ നമ്മളിതിൻ്റെ വേറെ വർക്കുകൾക്കൊക്കെ സമീപിക്കുമ്പോൾ. അപ്പോൾ പലരും ഒരേപോലെ പറഞ്ഞതാണ് എല്ലാവരും നന്നായി പെർഫോം ചെയ്തിരിക്കുന്നത് ഈ ആർട്ടിസ്റ്റുകൾ. അതാണ് നമ്മളുടെ ഏറ്റവും ഹാപ്പിനെസ്. കാരണം നമ്മളൊരു സിനിമയിൽ നമ്മുടെ കൂടെ വന്ന് നിന്ന് ഇതുപോലെ ചെയ്ത് അഭിനയിക്കുന്നവർ, അവർക്ക് ഇതിൽ പെർഫോമൻസ് അവരുടെ ഏറ്റവും ബെസ്റ്റ് നമുക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോൾ അതാണ് നമുക്കുള്ള അപ്രിസിയേഷൻ. സിനിമയുടെ കണ്ടന്റിൻ്റെ പോലെ തന്നെ അതിനേക്കാൾ ഉപരി ഇതും ഒരു വലിയ ഫാക്ടറാണ് നമുക്ക്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ അവർ പെർഫോം ചെയ്ത് അതിന് അപ്രിസിയേഷൻ കിട്ടുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം. ആ ലെവലിലും നമുക്ക് ഹാപ്പിയാണ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്.